ക്യാമറയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലെൻസാണ് ഫീൽഡിലുള്ള ലൈറ്റിനെ ക്രോഡീകരിച്ച് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിട്ട് സെൻസറിൽ പതിപ്പിക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ആ ലെൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലെൻസിന് ക്വാളിറ്റി കുറവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കുന്ന ചിത്രങ്ങൾക്കും ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ ലെൻസുകൾ എങ്ങനെയാണ് തരംതിരിക്കുന്നത്, അവ എന്തൊക്കെയാണ്, അതിലുള്ള മറ്റ് ടേംസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ സെഷനിൽ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് രണ്ട് തരം ലെൻസുകളെ ഇന്ന് മാർക്കറ്റിൽ കാണാൻ പറ്റും. അതായത് ഒന്ന് ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ബിഗിനേഴ്സിൻ്റെ ക്യാമറകളിൽ വരുന്ന വില കുറഞ്ഞ ലെൻസുകളും മറ്റൊന്ന് വില കൂടിയ ലെൻസുകളും. വ്യക്തമായി പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ശരിക്കുള്ള രീതി. വില കുറഞ്ഞ ലെൻസുകളും വില കൂടിയ ലെൻസുകളും അതിൻ്റെ പല പ്രത്യേകതകളും ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വില കുറഞ്ഞ ലെൻസുകൾക്ക് വില കൂടിയ ലെൻസിനേക്കാളും കൂടുതൽ ഫോക്കൽ ലെങ്ത് ഒക്കെ കിട്ടിയേക്കാം. പക്ഷേ എന്തുകൊണ്ടോ ചില ലെൻസുകൾക്ക് ഭയങ്കര വിലയാണ്, ചില ലെൻസുകൾക്ക് വില കുറവാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? രണ്ട് കാറ്റഗറിയിലുള്ള ലെൻസുകൾ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ എത്തിപ്പെടുന്നത്? ഒരേ പ്രത്യേകതകളുണ്ടെങ്കിലും പലപ്പോഴും പല പ്രത്യേകതകളും കൂടുതലുണ്ടെങ്കിലും ചില ലെൻസുകൾക്ക് വില വളരെ കുറവായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? മാർക്കറ്റിലുള്ള ഈ ലെൻസുകളുടെ കാറ്റഗറി നമുക്കും വ്യക്തമായി മനസ്സിലാകാത്തത് കൊണ്ടാണ് അതിൻ്റെ വില വ്യത്യാസം എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടത് ലെൻസുകൾ എങ്ങനെയാണ്, അവയുടെ കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കുക. അതോടുകൂടി നിങ്ങൾക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ സംശയങ്ങൾ കൃത്യമായി മാറിക്കിട്ടും.